ഹലോ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമുക്ക് ഒരു പ്രോഗ്രാമും കൂടെ ഡിസ്കസ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ നമുക്ക് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റി പഠിക്കാം. ഈ വീഡിയോയിൽ ഈ ഒരു പ്രോഗ്രാം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കാൻ വളരെ സാധ്യതയുള്ള ഒരു പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാം നിങ്ങൾക്കറിയാം, ലീപ്പ് ഇയർ ചെക്ക് ചെയ്യാനുള്ള പ്രോഗ്രാമാണിത്. ലീപ്പ് ഇയർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ. ഫെബ്രുവരിയിൽ 29 ഡേയ്സ് കാണും, അതിനാണ് ലീപ്പ് ഇയർ എന്ന് പറയുന്നത്. നമ്മുടെ ഈ 2020 എന്ന് പറയുന്നത് ഒരു ലീപ്പ് ഇയർ ആണ്. കാരണം ഈ ലീപ്പ് ഇയർ എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുന്നത്? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം 4 കൊണ്ട് ഡിവിസിബിൾ ആണ് ആ ഇയർ എങ്കിൽ അതിനെ ലീപ്പ് ഇയർ ആയിട്ട് കണക്കാക്കും. അതുകൊണ്ടാണ് 2020 എന്ന് പറയുന്ന ഈ വർഷം ലീപ്പ് ഇയർ ആവുന്നത്. അതിന് മുന്നേ 2016 ഒരു ലീപ്പ് ഇയർ ആയിരുന്നു, 2012 ലീപ്പ് ഇയർ ആയിരുന്നു, 2008ഉം 2004ഉം 2000ഉം എല്ലാം ലീപ്പ് ഇയർ ആയിരുന്നു. കാരണം ആ വർഷങ്ങളെല്ലാം 4 കൊണ്ട് ഡിവിസിബിൾ ആണ്. അതായത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 0 വരും. അങ്ങനെ റിമൈൻഡർ 0 വരുന്ന അല്ലെങ്കിൽ 4 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള ഇയറിനെയാണ് ലീപ്പ് ഇയർ എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം. ഇവ അടുത്ത ഈ 2020 കഴിഞ്ഞിട്ട് അടുത്ത ലീപ്പ് ഇയർ എന്ന് പറയുന്ന 2024 എന്ന് പറയുന്ന വർഷമാണ്. 2024 അടുത്ത ലീപ്പ് ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു വർഷം എൻ്റർ ചെയ്ത് കൊടുത്താൽ അത് ലീപ്പ് ഇയർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനുള്ള പ്രോഗ്രാമാണ് എഴുതുന്നത്. ഇത് നമ്മുടെ എക്സാമിനൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ഇതിൻ്റെ ലോജിക്ക് നിങ്ങൾക്കറിയാമല്ലോ. ആക്ച്വലി ഈ ലീപ്പ് ഇയർ കണ്ടെത്താനുള്ള മെത്തേഡ് എങ്ങനെയാണ് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ആക്ച്വലി ആ മെത്തേഡ് തെറ്റാണ്. അതിൻ്റെ കൂടെ ഒരു ക്രൈറ്റീരിയയും കൂടെ ചെക്ക് ചെയ്യാനുണ്ടായിരുന്നു. ആ ഒരു സംഭവം നമ്മൾ സ്കൂളിലൊന്നും പഠിച്ചിട്ടില്ല. ഞാനൊന്നും കൂടെ പറയുന്നു, നമ്മൾ സ്കൂളിൽ പഠിച്ച മെത്തേഡ് തെറ്റാണ്. പലർക്കും അറിയത്തില്ല. ഈ ബയോളജി സയൻസ് അല്ലാതെ കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ +2 കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ സ്റ്റുഡൻസിന് അറിയാമായിരിക്കും. കാരണം അവർ ലീപ്പ് ഇയറിൻ്റെ പ്രോഗ്രാംസ് എല്ലാം എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അറിയാമായിരിക്കും എങ്ങനെയാണ് ലീപ്പ് ഇയർ കണ്ടെത്തുന്നതെന്ന്. അല്ലാതെ ബയോളജി സയൻസ് പഠിച്ച ആൾക്കാർക്ക് ഈ ലീപ്പ് ഇയറിൻ്റെ കറക്റ്റ് മെത്തേഡ് അറിയത്തില്ലായിരിക്കും. അതുകൊണ്ടാണ് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഒരു ഇയർ ലീപ്പ് ഇയർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് 2 കാര്യങ്ങളാണ് ചെക്ക് ചെയ്യേണ്ടത്. അതിൽ ആദ്യത്തെ ഒരു കാര്യം മാത്രമേ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്നുള്ളൂ. ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഇയറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് റിമൈൻഡർ ഉണ്ടോ ഇല്ലയോ നോക്കുക. അതായത് ആ ഇയർ ആ വർഷം 4ന് ഡിവിസിബിൾ ആണ് എങ്കിൽ അത് ലീപ്പ് ഇയർ ആണ്. അതായത് റിമൈൻഡർ 0 വരുന്ന വർഷങ്ങളെ ലീപ്പ് ഇയർ എന്ന് പറയും. ഓക്കെ, അപ്പം നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന ഇയർ ഡിവിസിബിൾ ബൈ 4 ആണ് എങ്കിൽ അതിന് ലീപ്പ് ഇയർ എന്ന് പറയും. അതായത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ 0 ആണോ അല്ലയോ നോക്കും. റിമൈൻഡർ 0 ആണ് എങ്കിൽ അതിന് ലീപ്പ് ഇയർ എന്ന് പറയും. അതുകൊണ്ടാണ് 2004ഉം 8ഉം 12ഉം 16ഉം 20ഉം 2024ഉം എല്ലാം ലീപ്പ് ഇയർ എന്ന് പറയുന്നത്. കാരണം അതെല്ലാം 4 കൊണ്ട് ഡിവിസിബിൾ ആണ്, റിമൈൻഡർ 0 ആണ്. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 ആണ്. അതേസമയം 2019 എന്ന് പറയുന്ന ലീപ്പ് ഇയർ അല്ല. കാരണം അതിനെ 4 കൊണ്ട് ഡിവിസിബിൾ അല്ല. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം റിമൈൻഡർ വരും. 2019 എന്ന് പറയുമ്പം റിമൈൻഡർ 3 ആയിട്ടൊക്കെ വരും. അപ്പോൾ അത് ലീപ്പ് ഇയർ അല്ല. അപ്പം റിമൈൻഡർ 0 വരുന്ന അല്ലെങ്കിൽ ഡിവിസിബിൾ ബൈ 4 ആയിട്ടുള്ള വർഷങ്ങളെയാണ് ലീപ്പ് ഇയർ എന്ന് പറയുന്നത്. അത് ഒരു ക്രൈറ്റീരിയ മാത്രമേ ആവുന്നുള്ളൂ. രണ്ടാമത്തെ ഒരു ചെക്കും കൂടെ നടത്താനുണ്ട്. നമ്മൾ ഈ കൺസിഡർ ചെയ്യുന്ന വർഷം ഒരു സെഞ്ച്വറി ആണ് എങ്കിൽ, അതായത് 1600, 1700, 1800, 1900, 2000, 2700 അങ്ങനത്തെ സെഞ്ച്വറീസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എങ്കിൽ ഈ സെഞ്ച്വറീസിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരാ, അതിനെ 400 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അതിനെ 400ന് ഡിവിസിബിൾ ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. 400ന് ഡിവിസിബിൾ ആവണം, അല്ലെങ്കിൽ 400 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ വരാൻ പാടില്ല. അങ്ങനത്തെ ഇയറിന് മാത്രമേ സെഞ്ച്വറീസിൻ്റെ കാര്യത്തിൽ ലീപ്പ് ഇയർ ആയിട്ട് കൺസിഡർ ചെയ്യത്തുള്ളൂ. നമ്മുടെ വർഷം 2000 എന്ന് പറയുന്നത് ഒരു ലീപ്പ് ഇയർ ആണ്. കാരണം അത് ഡിവിസിബിൾ ബൈ 400 ആണ്. 400 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ ഒന്നും വരുന്നില്ല. പക്ഷേ അതേസമയം 210, അതായത് 2100 എന്ന് പറയുന്ന വർഷം ലീപ്പ് ഇയർ അല്ല. കാരണം അത് 400 കൊണ്ട് ഡിവിസിബിൾ അല്ല. ഈ 2100 എന്ന് പറയുന്ന ഇയർ 400 കൊണ്ട് ഡിവിസിബിൾ അല്ല. 400 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം റിമൈൻഡർ വരും. എനിക്ക് റിമൈൻഡർ എത്ര വരും? 100 എന്തോ റിമൈൻഡർ വരും. അതുപോലെ തന്നെ 1600 എന്ന വർഷം ലീപ്പ് ഇയർ ആയിരുന്നു. കാരണം അത് 400ന് ഡിവിസിബിൾ ആയിരുന്നു. അതേസമയം 1700, 1800, 1900 എന്നീ വർഷങ്ങൾ ലീപ്പ് ഇയർ അല്ല. അതൊക്കെ നോട്ട് എ ലീപ്പ് ഇയർ ആണ്. കാരണം അതൊന്നും 400 കൊണ്ട് ഡിവിസിബിൾ അല്ല. അപ്പോൾ സെഞ്ച്വറിയാണ് നമ്മുടെ വർഷമെങ്കിൽ അതിനെ 400 കൊണ്ടല്ല ഡിവൈഡ് ചെയ്യേണ്ടത്, 400 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. എന്നിട്ടാണ് റിമൈൻഡർ എത്രയാണെന്ന് ചെക്ക് ചെയ്യേണ്ടത്. 400 കൊണ്ട് ഡിവിസിബിൾ ആണ് എങ്കിൽ മാത്രമേ, സെഞ്ച്വറീസിൻ്റെ കേസിൽ 400 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ മാത്രമേ അതിന് ലീപ്പ് ഇയർ ആയിട്ട് കണക്കാക്കൂ. അതായത് 1600 എന്ന സെഞ്ച്വറി കഴിഞ്ഞാൽ പിന്നെ 2000 എന്ന സെഞ്ച്വറിയാണ് ലീപ്പ് ഇയർ ആയിട്ട് വരുന്നത്. അല്ലാതെ 1700, 1800, 1900 എന്നീ വർഷങ്ങൾ ലീപ്പ് ഇയർ അല്ല.
എന്ന കാര്യം നമ്മൾ സ്കൂളിലൊന്നും പഠിച്ചിട്ടില്ല. പക്ഷേ അങ്ങനെ ഒരു റൂളും കൂടെ ഉണ്ട്. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി ലീപ്പ് ഇയറിൻ്റെ മെത്തേഡ് എങ്ങനെയാണെന്ന് കണ്ടെത്തുന്നത്. അപ്പോൾ ഈ ഒരു പോയിൻറ്റും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ പ്രോഗ്രാം എഴുതാൻ പോകുന്നത്. ലീപ്പ് ഇയർ ആണോ അല്ലയോ എന്ന പ്രോഗ്രാം നമ്മൾ എഴുതാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം കൂടെ നമ്മൾ ആഡ് ചെയ്യണം, ഈ ഒരു ക്രൈറ്റീരിയയും കൂടെ ആഡ് ചെയ്യണം. അതായത് നമ്മൾ എൻ്റർ ചെയ്യുന്ന വർഷം ആദ്യം സെഞ്ചുറി ആണോ എന്നും കൂടെ നമ്മൾ ചെക്ക് ചെയ്യണം. സെഞ്ചുറി ആണ് എങ്കിൽ അതിനെ 400 ഡിവൈഡ് ചെയ്യേണ്ട, 400 കൂടെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കണം. എന്നിട്ട് ലീപ്പ് ഇയർ ആണോ അല്ലയോ എന്ന് നമുക്ക് ഫൈനലൈസ് ചെയ്യാനൊക്കെ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലോ ചാർട്ടാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ആദ്യം ഇയർ ഇൻപുട്ട് ചെയ്യാൻ പറയും. അതിനെ ആദ്യം 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യും. ഇവിടെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ ഉണ്ട് എങ്കിൽ, അതായത് ഡിവിസിബിൾ ബൈ 4 ഇല്ല, അതുകൊണ്ടാണല്ലോ റിമൈൻഡർ വരുന്നത്. 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ വരുന്നുവെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് പ്രിൻറ്റ് ചെയ്യാം, ദ ഇയർ ഈസ് നോട്ട് എ ലീപ്പ് ഇയർ എന്ന് പ്രിൻറ്റ് ചെയ്യാം. ഇവിടെ 2019 എന്ന വർഷമാണ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ വരും. അതായത് ഇവിടെ ചെക്ക് ചെയ്യുമ്പോൾ ഇഫ് ഇയർ %4, അതായത് റിമൈൻഡർ ഈക്വൽ ടു 0 ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്ന ഇഫ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതിൻ്റെ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആയിരിക്കും. അതിൻ്റെ അപ്പം തന്നെ നമുക്ക് ഇയർ ഈസ് നോട്ട് എ ലീപ്പ് ഇയർ എന്ന് പ്രിൻറ്റ് ചെയ്യാം. അതേസമയം ഈ കണ്ടീഷൻ ട്രൂ ആണ് എങ്കിൽ, അതായത് സപ്പോസ് ഇപ്പം 2000 നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്നത് എങ്കിൽ, അല്ലേ പോട്ട് 1996 ആണ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ, അടുത്തത് ഇവിടെ ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നേരെ അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഇവിടെ കണ്ടീഷൻ എന്തെന്ന് പറഞ്ഞാൽ അത് സെഞ്ചുറി ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ്. സപ്പോസ് ഇപ്പോൾ 1996 ആണ് എങ്കിൽ ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആവും. നേരെ അത് സെഞ്ചുറി ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ അതെന്തായിരുന്നാലും സെഞ്ചുറി അല്ല. ഇവിടെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് സെഞ്ചുറി ആണോ അല്ലയോ എന്ന് മനസ്സിലാവുന്നത്. ഇവിടെ ഇപ്പോൾ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും റിമൈൻഡർ വരും. അപ്പം ഈ ഒരു കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആവും. അങ്ങനെയാണെങ്കിൽ നോർമൽ ലീപ്പ് ഇയർ എന്ന രീതിയിൽ ഇയർ ഈസ് എ ലീപ്പ് ഇയർ എന്ന് അപ്പം തന്നെ പ്രിൻറ്റ് ചെയ്ത് കാണിക്കാം. അതേസമയം സപ്പോസ് ഇപ്പം 1700 എന്ന വർഷമാണ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ആദ്യം ഇവിടെ വെച്ച് കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ ട്രൂ ആവും. അതിന് നേരെ ഇങ്ങോട്ട് വരുമ്പോൾ ആദ്യം അത് സെഞ്ചുറി ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യും. അപ്പം 1700 ആണ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ഇവിടുത്തെ കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആകും. കാരണം 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും അത് റിമൈൻഡർ 0 ആയിട്ട് വരും. അങ്ങനെയാണെങ്കിൽ ഈ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആവും. അങ്ങനെയാണെങ്കിൽ അടുത്ത വീണ്ടും ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുന്ന ഇതാണ്. അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് ആ ഇയറിനെ 400 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാണ്. അങ്ങനെ 400 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയിട്ട് അവിടെ ഈക്വൽ ടു 0 റിമൈൻഡർ വരുന്നില്ല എങ്കിൽ, അതായത് റിമൈൻഡർ വരുന്നില്ല എങ്കിൽ 400 ഈക്വൽ ടു 0 ഈ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്ത് റിമൈൻഡർ വരുന്നില്ല എങ്കിൽ ആ വർഷം ലീപ്പ് ഇയർ ആണെന്നുള്ളത് എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇപ്പം 1700 ആയതുകൊണ്ട് 400 ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും ഒരു റിമൈൻഡർ വരും, ഒരു 100 എന്ന് പറയുന്ന റിമൈൻഡർ വരും. അങ്ങനെയാണെങ്കിൽ അത് നോട്ട് എ ലീപ്പ് ഇയർ എന്ന രീതിയിൽ അത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. സപ്പോസ് ഇപ്പോൾ 2000 ആണ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ആദ്യം ഇവിടെ വെച്ച് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, എസ് വരുന്നു. അത് കഴിഞ്ഞ് സെഞ്ചുറി ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നു, അവിടെയും കണ്ടീഷൻ ട്രൂ ആവുന്നു. ഇവിടെ വെച്ച് 400 ഡിവൈഡ് ചെയ്യുന്നു. അപ്പം ഔട്ട്പുട്ട് അതിൻ്റെ റിമൈൻഡർ 0 ആണോ അല്ലയോ ചെക്ക് ചെയ്യുന്നു. അപ്പോൾ 2000 ആയതുകൊണ്ട് റിമൈൻഡർ 0 വരും. 400 ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 വരും. അങ്ങനെയാണെങ്കിൽ അത് ലീപ്പ് ഇയർ തന്നെ എന്നിവിടെ ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് നമുക്ക് എഴുതേണ്ടത്. ഇത് ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച്, അത് ലാഡർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ നെസ്റ്റഡ് ഇഫ് എൽസോ എന്ന് നിങ്ങൾ നോക്കണ്ട, ഇഫ് എൽസ് എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ പ്രോഗ്രാം എഴുതാനായിട്ട് പോകുന്നത്. ആ പ്രോഗ്രാമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ബാക്കിയാണ് നമ്മൾ ഇപ്പുറത്തെ സൈഡിലായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഇയർ എന്ന് പറയുന്ന വേരിയബിൾ ഇൻറ്റീജർ ആയിട്ടാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്. എന്നിട്ട് എൻ്റർ ഇയർ എന്ന് ചോദിക്കുന്നു. നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന വാല്യൂവിനെ, ആ 4 ഡിജിറ്റ് നമ്പറിനെ ഇയർ എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. എന്നിട്ട് ആദ്യം അത് ഈ %4, അതായത് അതിൻ്റെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ്. സപ്പോസ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന 2019 എന്ന വർഷമാണ് എങ്കിൽ ഇവിടെ ചെക്ക് ചെയ്യുമ്പോൾ ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആവും. കാരണം റിമൈൻഡർ 3 എന്ന് വരും. അങ്ങനെയാണ് ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആവും. അങ്ങനെ ഫാൾസ് ആവുന്നു എങ്കിൽ ഏറ്റവും താഴെയുള്ള എൽസ് എന്ന ഈ ഇഫ് എന്ന കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് ഫാൾസ് ആവുകയാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഏറ്റവും താഴത്തെ എൽസ് എന്ന് പറയുന്ന പോയിന്റിലോട്ട് പോവുക. ബാക്കിയുള്ള ഇഫ് സ്റ്റേറ്റ്മെൻ്റ് എല്ലാം ഈ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് അകത്തായിട്ടാണ് വരുന്നത്. അതായത് നെസ്റ്റഡ് ഇഫ് എന്ന് പറയുന്ന ഫോമാറ്റിലാണ് കൊടുത്തിരുന്നത്. ഈ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് അകത്താണ് ഈ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്, അതിൻ്റെ അകത്താണ് ഈ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇവിടെ വെച്ച് ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആവുകയാണെങ്കിൽ നേരത്തെ ഏറ്റവും അവസാനമുള്ള എൽസ് എന്ന സ്റ്റേറ്റ്മെൻറ്റ് അടുത്തോട്ട് പോകും. അതെന്ന് പറയുന്നത് ദ ഇയർ ഈസ് നോട്ട് എ ലീപ്പ് ഇയർ എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുക എന്ന സ്റ്റേറ്റ്മെൻറ്റാണിത്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതേസമയം 2000 എന്ന ഇൻപുട്ടാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ആദ്യം അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഈക്വൽ ടു 0 ആണോ എങ്കിൽ അതിൻ്റെ റിമൈൻഡർ 0 ആണെങ്കിൽ, അതായത് ഡിവിസിബിൾ ബൈ 4 ആണെങ്കിൽ ഈ ഔട്ട്പുട്ട് ട്രൂ ആവുന്നു. അതിൻ്റെ അകത്തുള്ള ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിലോട്ട് പോകുന്നു. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ആണ്. ഇവിടെ വെച്ച് അത് സെഞ്ചുറി ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഇവിടെ 2000 ഒരു സെഞ്ചുറിയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് ട്രൂ എന്ന് വരും. ഇതിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റായ വീണ്ടും ഒരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റിലോട്ട് പോകും. ഇവിടെ വെച്ച് 400 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അതായത് ഇതിൻ്റെ 400 ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ ഇവിടെ 400 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ റിമൈൻഡർ 0 വരും. അതായത് ഡിവിസിബിൾ ബൈ 400 ആണെന്ന് മനസ്സിലാവും. അങ്ങനെയാണെങ്കിൽ ഈസി ലീപ്പ് ഇയർ എന്ന് പറയും.
അതേസമയം ഇപ്പം 1900 എന്ന വർഷമാണ് എങ്കിൽ അതിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ റിമൈൻഡർ ചെക്ക് ചെയ്യുമ്പോഴേക്കും 0 വരും. അതായത് അത് ഡിവിസിബിൾ ബൈ 100 എന്ന് വരും. അത് കഴിഞ്ഞിട്ട് ഡിവിസിബിൾ ബൈ 400 ആണോ എന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ ഈ കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് ഫാൾസ് എന്ന് വരും. അങ്ങനെയാണെങ്കിൽ എൽസ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് അകത്തുള്ള ദിസ് ഇയർ ഈസ് നോട്ട് എ ലീപ്പ് ഇയർ എന്ന സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും അത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അങ്ങനെ ഈ ലീപ്പ് ഇയർ ഒരു വർഷം എൻ്റർ ചെയ്ത് കൊടുത്താൽ അതിൻ്റെ അത് ലീപ്പ് ഇയർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി എന്നാണ്. പക്ഷേ അങ്ങനെയല്ല. സെഞ്ചുറി ആണ് എങ്കിൽ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന ആ ഇയർ സെഞ്ചുറി ആണ് എങ്കിൽ 400 കൂടെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കണം. സെഞ്ചുറി ആണ് എങ്കിൽ 400 ഡിവിസിബിൾ ആണെങ്കിൽ മാത്രമേ നമ്മൾ ലീപ്പ് ഇയർ ആയിട്ട് കൺസിഡർ ചെയ്യുകയുള്ളൂ. 400 ഡിവിസിബിൾ അല്ല എങ്കിൽ നോട്ട് എ ലീപ്പ് ഇയർ എന്നാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രോഗ്രാമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇതൊന്ന് പഠിച്ച് വച്ചിരിക്കുക. ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.